പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഏതാനും ദിവസം മുമ്പ് KM എബ്രഹാം എന്ന് പറയുന്ന ഒരു റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി. അത് സംസാരിക്കാനുള്ള കാരണം ആ ഉദ്യോഗസ്ഥന് പിണറായി സർക്കാർ യാതൊരു ആവശ്യവുമില്ലാതെ ക്യാബിനറ്റ് പദവി കൊടുത്തതുകൊണ്ടാണ്. ഏതാണ്ട് 1.5 ലക്ഷം മുതൽ 1 ലക്ഷം രൂപ വരെ ആ ക്യാബിനറ്റ് പദവി കൊടുത്തുകൊണ്ട് ഓരോ മാസവും സർക്കാരിന് മേൽ ചിലവുണ്ടാകും എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ക്യാബിനറ്റ് പദവി KM എബ്രഹാമിന് കൊടുത്തപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചിട്ട് അതിനെക്കുറിച്ചിട്ട് നമ്മൾ വിശദമായി നമ്മൾ സംസാരിക്കുകയുണ്ടായി. എന്താണ് സംസാരിക്കാൻ കാരണം? കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയേറെ സ്ഥാനങ്ങൾ വഹിക്കുന്ന ഒരു മുൻ ഉദ്യോഗസ്ഥൻ ഉണ്ടായിട്ടില്ല കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ. ഈ ഉദ്യോഗസ്ഥൻ 2017 ചീഫ് സെക്രട്ടറിയായി റിട്ടയർ ചെയ്തു. ഇപ്പോൾ എന്തൊക്കെ സ്ഥാനങ്ങളാണ് വഹിക്കുന്നതെന്നറിയാമോ? ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ ഓഫീസറാണ്. ചില മുഖ്യമന്ത്രിയുടെ പ്രധാന കൈകാര്യകർത്താവ് ചീഫ് പ്രിൻസിപ്പൽ ഓഫീസർ, ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി. അതുകൂടാതെ തന്നെ ഏതാണ്ട് 10,000 കോടി 20,000 കോടിക്കടുത്ത് പണം കൈകാര്യം ചെയ്യുന്ന കിഫ്ബിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഇദ്ദേഹം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന സ്ഥാപനമാണല്ലോ കിഫ്ബി. കേരളത്തിലെ എല്ലാ മേഖലയിലും വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഏതാണ്ട് 10,000 കോടി രൂപയോളം പ്രതിവർഷം ചെലവഴിക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ് കിഫ്ബി. ആ കിഫ്ബിയുടെ സർവാധികാരിയായ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ രണ്ടാമത്തെ സ്ഥാനം. മൂന്നാമത്തെ സ്ഥാനം KDISC എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ. KDISC എന്ന് പറഞ്ഞാൽ കേരള ഡെവലപ്മെൻറ്റ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ, അതിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ. അപ്പം 3 സുപ്രധാന സ്ഥാനങ്ങൾ. അതിലൊരു സ്ഥാനം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൈകാര്യകർത്താവ് ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി, പിന്നെ കിഫ്ബിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, KDISCൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ. പിന്നെ അദ്ദേഹം കുറേ കാലം ഒരു സ്വകാര്യ സ്ഥാപനം മുത്തൂറ്റ് ക്യാപിറ്റൽസിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിരുന്നു. അത് തന്നെ കേരളത്തിൽ അൺപ്രസിഡൻറ്റഡ് ആണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ സ്വതന്ത്ര ചുമതലയുള്ള ഡയറക്ടറായിരിക്കാനുള്ള അനുവാദം അങ്ങനെ കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടില്ല. അതും അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. പക്ഷേ അദ്ദേഹം അവിടുന്ന് ഒഴിഞ്ഞു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 3 സ്ഥാനങ്ങളും വഹിക്കുന്ന KM എബ്രഹാമിനാണ് ഈ കഴിഞ്ഞ ദിവസം പിണറായി സർക്കാർ ക്യാബിനറ്റ് പദവിയും കൂടി നൽകിയത്. അപ്പോൾ ഇതിനു മുമ്പ് ഒരു IASകാരന് ക്യാബിനറ്റ് പദവി നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. എന്തായാലും കേരളത്തിൽ ഇന്ന് നിലവിലുള്ള IAS ഉദ്യോഗസ്ഥന്മാരിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഏകഛത്രാധിപതിയാണ് ഡോക്ടർ KM എബ്രഹാം എന്ന് പറഞ്ഞ IAS ഉദ്യോഗസ്ഥൻ എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. സുഹൃത്തുക്കളെ, എനിക്ക് ഈ വീഡിയോയിൽ കൂടി പറയാനുള്ളത്, ഈ IAS ഉദ്യോഗസ്ഥനാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഡിഫാക്റ്റോ മുഖ്യമന്ത്രി എന്നാണ്. ഡിഫാക്റ്റോ മുഖ്യമന്ത്രി, അതായത് പിണറായി വിജയനല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെന്നും ഫലത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഡോക്ടർ KM എബ്രഹാം ആണ് എന്നുമാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. ഈ KM എബ്രഹാം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഉദ്യോഗസ്ഥനെ കേരളത്തിൻ്റെ ഒരു ഡീപ്പ് സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നുവെച്ചാൽ ആന്തരികമായി ഈ പറഞ്ഞ പോലെ ഇൻവിസിബിളായി ഇരുന്നു കൊണ്ട് ഭരണങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങൾ പല രാജ്യങ്ങളിലുമുണ്ട്. നമ്മളിപ്പോൾ RSSനെ ഇന്ത്യയിലെ ഡീപ്പ് സ്റ്റേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ മറ്റു പല രാജ്യങ്ങളിൽ ഇതുപോലെ ഇൻവിസിബിൾ ആയിരുന്നു കൊണ്ട് അവിടുത്തെ ഭരണം നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളെ വിളിക്കുന്ന പേരാണ് ഡീപ്പ് സ്റ്റേറ്റ്. അതുപോലെ ഉള്ള ഒരു ഡീപ്പ് സ്റ്റേറ്റ് ആണ് KM എബ്രഹാം എന്നും KM എബ്രഹാം ആണ് ഫലത്തിൽ കേരളത്തിലെ ഡിഫാക്റ്റോ മുഖ്യമന്ത്രി എന്നും പിണറായി വിജയൻ അല്ല എന്നും വാദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഈ KM എബ്രഹാമിനെ കുറിച്ചിട്ട് നേരത്തെ വിവാദം ഉണ്ടായിട്ടുണ്ട്. അത് 2001-2006 കാലഘട്ടത്തിൽ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അന്ന് ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി. അന്ന് മോഡേണൈസേഷൻ ഗവൺമെൻറ് പ്രോഗ്രാം എന്ന് പറഞ്ഞുകൊണ്ട് ADBയുടെ 1200 കോടി രൂപയുടെ വലിയൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ നടത്തിപ്പുകാരൻ KM എബ്രഹാമായിരുന്നു. അപ്പോൾ ആ KM എബ്രഹാം അവിടെ ഇരുന്നുകൊണ്ട് സാമ്രാജ്യത്വ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നതെന്ന് പറഞ്ഞ് VS അച്യുതാനന്ദൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രസംഗിച്ചപ്പോൾ KM എബ്രഹാമിനെ തങ്ങൾ അധികാരത്തിൽ നിന്നാൽ കർണക്കുറ്റിക്കിട്ട് അടികൊടുത്ത് പറഞ്ഞുവിടുമെന്ന് പറഞ്ഞൊരു പ്രസംഗം നടത്തിയിരുന്നു. അത് വലിയ വിവാദം അന്ന് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അന്ന് മുതൽ തന്നെ അന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് വിവാദമായി പിന്നീട് കേൾക്കുന്നത്. പിന്നീട് KM എബ്രഹാമിനെ കുറിച്ച് നമ്മൾ കേട്ടത് എന്താ? ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെതിരെ സാക്ഷി പറഞ്ഞ ആളെന്നുള്ള നിലയിലാണ്. ലാവ്ലിൻ കേസിലെ 72ാം സാക്ഷിയാണ്. CBI റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് 72ാം സാക്ഷിയാണ്.
ലാവ്ലിൻ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാനഡയിലെ എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് നിന്ന് പണം വാങ്ങിയത് സംസ്ഥാന സർക്കാരിൻ്റെയും വൈദ്യുതി ബോർഡിൻ്റെയും അറിവോടുകൂടിയല്ല എന്നും ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവിൻ്റെ നഗ്നമായ ലംഘനമാണ് പിണറായി വിജയൻ്റെ കീഴിലുള്ള ഊർജ്ജ വകുപ്പ് അന്ന് നടത്തിയതെന്നും CBIക്ക് മൊഴി കൊടുക്കുകയും CBI 72ാം സാക്ഷിയായി ലാവ്ലിൻ കേസിൽ കൊണ്ടുവരികയും ചെയ്ത ആളാണ് KM എബ്രഹാം. അന്നും ആ വിവാദം നമ്മൾ കേട്ടിരുന്നു. എന്നാൽ ഇന്ന് ഇതൊന്നുമല്ല. ഇന്ന് ഏക ഛത്രാധിപതി KM എബ്രഹാമാണ്. അദ്ദേഹം പറയുന്നിടത്താണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ കേട്ടിരുന്നല്ലോ, മറ്റേ ശിവശങ്കരനാണ് പിണറായി വിജയനെ നിയന്ത്രിച്ചിരുന്നതെന്ന്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ശിവശങ്കരനല്ല പിണറായി വിജയനെ നിയന്ത്രിച്ചിരുന്നതെന്നാണ്. ശിവശങ്കരൻ പോലും ഓരോ ദിവസവും ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിരുന്നത് KM എബ്രഹാമിൽ നിന്നാണെന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഓരോ ദിവസവും രാവിലെ ഓഫീസിൽ വരുന്ന ശിവശങ്കരൻ നേരെ KM എബ്രഹാമിൻ്റെ അടുത്ത് പോയി ഉപദേശ നിർദ്ദേശങ്ങൾ വാങ്ങിയതിന് ശേഷമേ തൻ്റെ ജോലിയിൽ വ്യാപൃതനാവുകയുള്ളായിരുന്നു എന്നാണ് ഞാനിപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ മകളുമായിട്ടൊക്കെ സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നത് ശിവശങ്കരനല്ല, മറിച്ച് ഡോക്ടർ KM എബ്രഹാം ആണോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിബുദ്ധിമാനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ശിവശങ്കരൻ. ബുദ്ധിമാനായ ഉദ്യോഗസ്ഥനല്ല എന്ന് പറയുന്നില്ല, പക്ഷേ അതിനേക്കാളൊക്കെ വലിയ ബുദ്ധിമാനായിട്ടുള്ള ഒരാളാണ് KM എബ്രഹാം. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ സ്ഥാനങ്ങളെക്കുറിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ. മുഖ്യമന്ത്രി പിണറായി വിജയൻ KM എബ്രഹാം പറഞ്ഞാൽ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. കിഫ്ബി എന്ന് പറയുമ്പോൾ എല്ലാ വകുപ്പിലും അധികാരം, എല്ലാ വകുപ്പിലെയും വികസന പ്രവർത്തനങ്ങൾക്ക് MLA-മാരൊക്കെ വന്ന് നിൽക്കുന്നത് ഡോക്ടർ KM എബ്രഹാമിൻ്റെ മുന്നിലാണ്. ഇനി എങ്ങനെയാണ് KM എബ്രഹാം ഭരണം നിയന്ത്രിക്കുന്നതെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. KM എബ്രഹാം ഭരണം നിയന്ത്രിക്കുന്നത് റിട്ടയേർഡ് IAS ഉദ്യോഗസ്ഥന്മാരിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ IAS ഉദ്യോഗസ്ഥന്മാരും ഇനി KM എബ്രഹാമിൻ്റെ കീഴിൽ വരും. അദ്ദേഹം ക്യാബിനറ്റ് പദവി കിട്ടിയുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ വിപുലമായൊരു ശൃംഖല, റിട്ടയേർഡ് IAS ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ശൃംഖല KM എബ്രഹാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ റിട്ടയേർഡ് IAS ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഭരണം പരിപൂർണമായും തൻ്റെ ചവിട്ടടിയിലേക്ക് KM എബ്രഹാം കൊണ്ടിരുന്നത്. അപ്പോൾ ഞാനൊരു ലിസ്റ്റ് വായിക്കാനായിട്ട് 10-16ഓളം റിട്ടയേർഡ് IAS ഉദ്യോഗസ്ഥന്മാരുണ്ട്. റിട്ടയേർഡ് ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള VP ജോയ് കേരള പബ്ലിക് എൻ്റർപ്രൈസസ് ബോർഡിൻ്റെ ചെയർമാനാണ്. അതുപോലെ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ ചെയർമാനാണ് PH കുര്യൻ. ഇൻകലിൻ്റെ MD ആണ് K ഇളങ്കോവൻ. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് A ഷാജഹാൻ. അസാപ്പിൻ്റെ MD ആണ് ഉഷ ടൈറ്റസ്. SC/ST കമ്മീഷൻ്റെ ചെയർമാനാണ് മാവോജി. കെ ഫോണിൻ്റെ MD ആണ് സന്തോഷ് ബാബു. KSIDCയുടെ ചെയർമാനാണ് പോൾ ആൻ്റണി. IMGയുടെ ഡയറക്ടർ K ജയകുമാർ. കേരള ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ ചെയർമാൻ TK ജോസ്. കിഫ്ബിയുടെ അഡീഷണൽ CEO സത്യജിത്ത് രാജ്. ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ KV മോഹൻകുമാർ. ശുചിത്വ മിഷൻ്റെ ഡയറക്ടർ UV ജോസ്. ഷിപ്പിംഗ് ഇൻലൻഡ് നാവിഗേഷൻ്റെ ചെയർമാൻ R ഗിരിജ. ഷിപ്പിംഗ് ഇൻലൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ MD ആയിട്ടുള്ള ടോം ജോസ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹരി നായർ. ഇതുവരെല്ലാവരും റിട്ടയേർഡ് IAS ഉദ്യോഗസ്ഥന്മാരാണ്. ഈ റിട്ടയേർഡ് IAS ഉദ്യോഗസ്ഥന്മാർക്ക് ഇനിയുമുണ്ട്, ലിസ്റ്റ് പൂർണ്ണമല്ല. ഈ റിട്ടയേർഡ് IAS ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ റിട്ടയർമെൻറ്റ് കഴിയുമ്പോൾ കണ്ണായ തസ്തികകൾ വാങ്ങിച്ചു കൊടുക്കുന്നതിൽ പ്രമുഖമായ പങ്ക് വഹിക്കുന്നത് ഡോക്ടർ KM എബ്രഹാമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൂടെ ഡോക്ടർ KM എബ്രഹാം തൻ്റെ സ്വാധീനം എല്ലാ വകുപ്പുകളിലേക്കും പരത്തുകയാണ്. അങ്ങനെ പരത്തുന്ന KM എബ്രഹാം യഥാർത്ഥത്തിൽ കേരളത്തിലെ ഡിഫാക്റ്റോ ചീഫ് മിനിസ്റ്ററാണ് എന്നാണ് എനിക്ക്. ഇയാൾ ഉണ്ടാക്കുന്ന സാമ്പത്തിക ബാധ്യത നമ്മളൊന്ന് ആലോചിച്ചു. ഇയാൾക്ക് 5.5 ലക്ഷം രൂപയാണ് ഒരു മാസം ശമ്പളം. അതെന്ന് പറയുന്നതിന് ഏതാണ്ട് 66 ലക്ഷം രൂപയാണ് ഒരു മാസം. ഈ 17 റിട്ടയേർഡ് IAS ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അവർക്കെല്ലാവർക്കും കൂടി ഏതാണ്ട് ശമ്പളമായി തന്നെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുമായി ഏതാണ്ട് 7 കോടി രൂപ ഒരു വർഷം സർക്കാരിന് ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ ഭരണം KM എബ്രഹാം നിയന്ത്രിക്കുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. KM എബ്രഹാം എങ്ങനെയാണ് ഒരു ഡീപ്പ് സ്റ്റേറ്റ് ആകുന്നതെന്ന് മനസ്സിലായല്ലോ. KM എബ്രഹാം എങ്ങനെയാണ് ഒരു ഡിഫാക്റ്റോ മുഖ്യമന്ത്രി ആവുന്നത് എന്ന് മനസ്സിലായല്ലോ. KM എബ്രഹാം തന്നെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി, കിഫ്ബിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, KDISCിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ, അതുപോലെ തന്നെ ക്യാബിനറ്റ് റാങ്ക്. അത്രയും അധികാരങ്ങൾ അയാളുടെ കയ്യിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിർത്തിയിരിക്കുക. എന്ന് മാത്രമല്ല, അയാളുടെ തീട്ടൂരത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു 10-17ഓളം IAS ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം കണ്ണായ സ്ഥാനം റിട്ടയർ ചെയ്യുമ്പോൾ അയാൾ മുഖ്യമന്ത്രി ഉപയോഗിച്ച് മേടിച്ചു കൊടുത്തിരിക്കുകയാണ്. അവരെയെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഇയാൾ ഭരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇയാളല്ല, ശിവശങ്കരനല്ല,
ഇയാളാണ് ഈ ഭരണം മുഴുവൻ നിയന്ത്രിച്ചിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വീണ വിജയൻ്റെ പോലും ബുദ്ധി കേന്ദ്രം ഡോക്ടർ കെ എം എബ്രഹാം ആയിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പം നമുക്ക് ആരോപണങ്ങളായിട്ടെങ്കിലും അറിയാൻ കഴിയും. എന്തായാലും ഒരു കാര്യം മാത്രം ഇയാൾ ഓർത്താൽ മതി, എല്ലാ കാലത്തും എന്ന് മാത്രമല്ല അയാൾ കിഴുദിയോസന്മാരെയൊക്കെ നല്ലപോലെ വരട്ടുമെന്നാണ് കേൾക്കുന്നത്. തനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഫയലിൽ എഴുതുന്നവരെയൊക്കെ ഏത് വഴി വരെ പോയി വരട്ടാനും അയാൾക്ക് യാതൊരു മടിയുമില്ലെന്നാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. അയാൾ സ്വന്തം ഇഷ്ടത്തിന് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുള്ളതിന് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ മസാല ബോണ്ടിന് ഏതാണ്ട് 2190 കോടി രൂപയാണ് എടുത്തത്. ഏതാണ്ട് 1200 കോടി രൂപ പലിശയും കൂടെ ചേർത്തിട്ടാണ് തിരിച്ചു കൊടുത്തത്. ഇപ്പോൾ തോമസ് ഐസക്കൊക്കെ ഈ ഇഡിയുടെ മുമ്പിൽ പോകുന്ന ആ വിഷയത്തിലാണ്. 2019 2150 കോടി രൂപ എടുത്തത്, ഏതാണ്ട് 1000 ചില്ലാനും കോടി രൂപയും കൂടെ ചേർത്തിട്ടാണ് ഇപ്പോൾ തിരിച്ചു കൊടുക്കുക. എന്നൊരാലോചിച്ച് എന്തൊരു കഴുത്തറപ്പം പരിപാടിയായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ 2190 കോടി രൂപയിൽ 200 കോടി രൂപ ഒരു സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിച്ചുവെന്നും, കേരളത്തിലുള്ള സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിച്ചുവെന്നും 9% പലിശയ്ക്കെടുത്ത തുകയിൽ നിന്നാണ് 7% പലിശയ്ക്ക് ആ സ്വകാര്യ ബാങ്കിൽ 200 കോടി രൂപ ഇട്ടതെന്നും, അത് കെ എം എബ്രഹാമിൻ്റെ അരുമ ശിഷ്യയായിട്ടുള്ള ഒരു IAS ഉദ്യോഗസ്ഥ, അവർക്ക് IAS കൺഫർ ചെയ്തതൊക്കെ തന്നെ കെ എം എബ്രഹാമും തോമസ് ഐസക്കൊക്കെ വലിയ താല്പര്യം എടുത്തിട്ടാണ് എന്നാണ് അറിയുന്നത്. അതിനെന്തൊക്കെയോ ചില കാരണങ്ങളുണ്ടെന്നും പറയുന്നു. അതൊന്നും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്, അതൊന്നും ഞാൻ പറയില്ല. ആ സ്ത്രീയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്വകാര്യ ബാങ്കിൽ 200 കോടി രൂപ കുറഞ്ഞ പലിശയ്ക്ക്, മസാല ബോണ്ടിനെടുത്ത് 200 കോടി രൂപ കുറഞ്ഞ പലിശയ്ക്ക് കിഫ്ബി കൊണ്ടുചെന്ന് നിക്ഷേപിച്ചുവെന്നും അതിനെല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത ഡോക്ടർ കെ എം എബ്രഹാം ആണെന്നും പറഞ്ഞു കേൾക്കുന്നു. അപ്പോൾ എന്ന് ആലോചിച്ച് നോക്കുക, അയാളുടെ ഒരു അധികാര പരിധി എന്താണെന്ന്, എത്ര കോടി രൂപ അയാൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. കേരളത്തിലെ പേരിനൊരു മുഖ്യമന്ത്രിയുണ്ട്, അയാളുടെ പേരാണ് പിണറായി വിജയൻ. കേരളത്തിലെ ഡിഫാക്റ്റോ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് മറ്റാരുമല്ല, ഡോക്ടർ കെ എം എബ്രഹാമാണ്. കേരളത്തിലെ ഡീപ് സ്റ്റേറ്റ്, അതായത് ഇൻവിസിബിളായി നിന്നുകൊണ്ട് ഭരണം നിയന്ത്രിക്കുന്ന ആ അധികാര കേന്ദ്രം കെ എം എബ്രഹാമാണ്. അയാളെ വേണമെങ്കിൽ ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി എന്നുകൂടി നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ഭരണഘടനാതീത അധികാര കേന്ദ്രമെന്നും ഡോക്ടർ കെ എം എബ്രഹാമിനെ നമുക്ക് ഒരു സംശയലേശമന്യേ പറയാൻ കഴിയും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.